എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു എനർജി എന്താണ്, അതുപോലെ ഇതിലെന്തെങ്കിലും ഒരു നെക്സ്റ്റ് ആക്ഷൻ ഉടനെ വരാൻ പോകുന്നുണ്ടോ, യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസ് ആണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ എടുക്കുന്നത്. അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പായി ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആകുന്നത്. ഇതിൽ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് എംപറർ കാർഡാണ്. അപ്പം ഈ ഒരു കാർഡിലൂടെ പറയുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ പവർഫുൾ ആയിട്ടിരുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് നിങ്ങളെ വളരെയധികം കൺട്രോൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഡിസൈഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത്രത്തോളം നിങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നിങ്ങൾ അനുവദിച്ചിരുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അതോറിറ്റി. അങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും കരുതിയിരുന്നത്. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങളും എടുക്കാം. നിങ്ങൾക്ക് ആ ഒരാൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായ തീരുമാനങ്ങളായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും ആ ഒരു വ്യക്തിയെ അങ്ങനെ തന്നെ കാണാനാണ് ഇഷ്ടം. അതായത് ഈ ഒരു വ്യക്തി പറയുന്നത് പോലെ ജീവിതം ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഫ്ലോയിൽ ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾക്കനുസരിച്ച് ലൈഫിനെ ഫ്ലോ ചെയ്യിക്കുക, ഇതൊക്കെയായിരിക്കാം നിങ്ങൾക്കും കൂടുതലായിട്ട് ഇഷ്ടം. അതുപോലെ അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതൊരു എംപറർ കാർഡാണ്. അപ്പം എംപററുടെ ഒരു എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലൈക്ക് അദ്ദേഹം വളരെ ഒരു എല്ലാത്തിലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാകുന്ന ഒരു പേഴ്സൺ ആണ്. എല്ലാ കാര്യങ്ങളും ഒരു പെർഫെക്ഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതൊരു വ്യക്തിയുടെ മസ്കുലൈൻ എനർജി എന്ന് പറയുമ്പം, അതായത് ഏതൊരു പേഴ്സണിലും ഏതൊരു വ്യക്തിയിലും ഒരു ഡിവൈൻ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി ഉണ്ടാകും. അപ്പം അവിടുത്തെ മസ്കുലൈൻ എനർജിയുടെ പ്രത്യേകതയാണ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഈ ഒരു പേഴ്സണിൻ്റെയും ഉള്ളിൽ, അതിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ. അതായത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം, അതിലൊരു ലൂപ്പ് ഹോൾസും വരാൻ പാടില്ല. ആരെന്ത് ഒബ്സർവ് ചെയ്യുമ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിനെ വിലയിരുത്തണം എന്നൊക്കെയുള്ള ചിന്തയിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു വ്യക്തിക്ക് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഈച്ച് ആൻഡ് എവരി തീരുമാനങ്ങൾ എടുക്കാനും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അനുവാദം കൊടുക്കുന്നതും. ഓക്കെ, 10 of Wands. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അതായത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു എനർജി കൊണ്ട് തന്നെ, ലൈക്ക് ഒരു അതോറിറ്റേറിയൻ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പല സമയങ്ങളിലും ഈ ഒരു റിലേഷനിൽ കുറച്ച് അതായത് അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതൊരു പാസ്റ്റ് എനർജി ആയിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും ഒരു പെർഫെക്ഷനിസം നോക്കുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് അതിനോട് ചേർന്ന് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത്രയും നിങ്ങൾ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇതുമായിട്ട് മാച്ചായി പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ അവിടെ കുറേ ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ കുറേ എഫേർട്ടൊക്കെ എടുത്തിരുന്നു എന്നതാണ് ഇവിടെ വരുന്ന ഒരു എനർജി. സിക്സ് ഓഫ് സോൾസ് ആണ്. അപ്പം നമുക്ക് അറിയാം, അതായത് ഒരുപാട് കാലം മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മൾ നമ്മളുടെ ലൈഫിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു മൊമെന്റിൽ നമുക്കത് ഭയങ്കരമായൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യും. അപ്പം അത്തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു
അതായത് ആ ഒരു ഹയർ എനർജി അല്ലെങ്കിൽ ഒരു കമാൻഡിങ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മറ്റൊരാളല്ല ഡിസൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലായിരിക്കാം മേ ബി നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക. അതായത് ഒരാളുടെ ഒരു ഓവർ കമാൻഡിങ് അല്ലെങ്കിൽ ഒരാളുടെ ഓവർ അതോറിറ്റേറിയൻ പവർ കാരണമായിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് കൂടുതലായി അധികമായ അമൃതം വിഷം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് നമ്മുടെ ഒരു വ്യക്തിയുടെ മേലെ കൺട്രോളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഉണ്ടാവുന്ന ഒരു സഫോക്കേഷൻ. അപ്പം കുറേ കാലം ഒക്കെ അതിൽ പിടിച്ചു നിൽക്കാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റാതെ ആവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്ന് അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഒരു യാത്ര ഈ ഒരു വ്യക്തിയെ ഇവിടെ പിന്നിലാക്കി മുന്നോട്ട് നിങ്ങൾ നടക്കണം, നിങ്ങളുടേതായ ഒരു ലൈഫിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സണിന്റെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് ഇവിടെ വരുന്നത്. യെസ്, അത് തന്നെയാണ്. കാരണം നിങ്ങൾ അവിടെ ഒരുപാട് ഫൈറ്റ് ചെയ്തു, ലൈക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു വ്യക്തിയുടെ കൂടെ ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളെല്ലാവരും ഓരോ സോൾസ് ആണ്. അപ്പം ഓരോ സോളും ആഗ്രഹിക്കുന്നത് ഒരു ഫുൾ ഫ്രീഡമാണ്. അപ്പം ആ ഒരു ഫ്രീഡത്തിനെ പോലും നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പണയം വെക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പണയം വെക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം എപ്പോഴും നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. കാരണം നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത് ഒന്നായിരിക്കും, നമ്മൾ ഈ ഒരു പേഴ്സന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു രീതിയിൽ നമ്മുടെ ലൈഫിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഇമോഷൻസിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ ലെവലിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. യെസ്, 4 ഓഫ് കപ്സ് ആണ്. അപ്പം ഇവിടെയും അത് തന്നെയാണ്, സെയിം എനർജി തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയില്ല, ലൈക്ക് ഭയങ്കരമായ ഒരു ഓവർ തിങ്കിങ്ങിന്റെ എനർജിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. കാരണം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സും മറ്റൊരു വ്യക്തി കൺട്രോൾ ചെയ്യുമ്പോൾ, മറ്റൊരു വ്യക്തി തീരുമാനിക്കുമ്പോൾ അധികകാലം അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എത്ര സ്നേഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ഇഷ്ടമാണെന്ന് പറയുമ്പോഴും ആ ഒരു സിറ്റുവേഷനെ മറികടന്നേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക. യെസ്, ഇവിടെ വന്നതും അത് തന്നെയാണ്, ഒരു ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡെത്ത് കാർഡ്, ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഡെത്ത് കാർഡിന്റെ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അതായത് ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റിലൂടെ പോയിക്കൊണ്ട് നിങ്ങളുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളാണ് ഇതൊക്കെ. അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചിന്തിക്കുന്നുണ്ടാകും, എനിക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ മുന്നോട്ടേക്ക് പോകണം, മൂവ് ഓൺ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനെ മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ മറ്റൊരു ലെവലിലേക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന ഈ ഒരു ഡെത്ത് കാർഡിന്റെ മീനിങ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കറണ്ട് സിറ്റുവേഷന്റെ ഒരു എൻഡിങ്ങും പുതിയ ഒരു സിറ്റുവേഷന്റെ ഒരു ബിഗിനിങ്ങും ആണ് ഇവിടെ വരുന്ന ഡെത്തിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഫൈവ് ഓഫ് സോൾസ്. അപ്പം ഇവിടുത്തെ നിങ്ങളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ കോൺഫ്ലിക്റ്റുകളെ, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റിനെ ഒക്കെ നിങ്ങൾ വിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് നിങ്ങളുടെ റൈറ്റായ ഒരു വഴി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് പാത്ത് എന്താണ്, നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ശക്തമായൊരു ബോധം, അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൽ നിങ്ങൾ ജയിച്ചു എന്ന് പറയില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. 9 ഓഫ് പെന്റക്കിൾസ്. ഇത് ഇവിടെ വരുന്നത് ഒരു ക്യൂവിനാണ്. ലൈക്ക് ഈ ക്യൂൻ എന്ന് പറയുന്നത് ആളുടെ എല്ലാ വിധത്തിലുള്ള വളരെ സമ്പന്നമായിട്ട്, അല്ലെങ്കിൽ എല്ലാം ആളുടെ ചുറ്റും എല്ലാം ഉണ്ട്, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അപ്പം അത്രയും
ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് ആ ഒരു അബണ്ടൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങൾ കടന്നു വന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ഫ്രീഡം, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. മറ്റൊരാളുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ മാറി മുന്നോട്ടേക്ക് വന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെയും വരുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെന്റിലേക്ക്, നിങ്ങൾ നിങ്ങളെ കണ്ടെത്താനുള്ള നിങ്ങളുടെ യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരിശ്രമങ്ങൾ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഈ ഒരു കാർഡിന്റെ മീനിങ്. യെസ്, 10 ഓഫ് കപ്സ് ആണ്. അപ്പം ഇതിന് ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് നമുക്ക് കാണാം, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഇവിടെ വന്ന ഒരു ഓവറോൾ എനർജിയിൽ നമുക്ക് പറയാം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു സക്സസ് കൊണ്ടുവരും. കാരണം നമ്മൾ എപ്പോഴാണോ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മളെ കണ്ടെത്തുന്നത്, അപ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്നത്. ലൈക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ എപ്പോൾ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നോ, നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾ, പുറമേ നിന്നുള്ള ഒരാളും നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാ കാർഡുകളും നിങ്ങൾ ആ ഒരു കൺട്രോൾഡ് നേച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയ ഒരു പേഴ്സണിന്റെ കീഴിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു സർവൈവലാണ് ഇവിടെ വരുന്നത് മുഴുവൻ. ഇത് നിങ്ങൾ അതിനകത്ത് നിന്ന് എടുക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ, അതിൽ നിൽക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ഓരോ സിറ്റുവേഷൻസും മാറി മാറി നിങ്ങൾ അതിലൊരു വിജയം കണ്ടെത്തി. അറ്റ് ദ എൻഡ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തി, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്തു, നിങ്ങൾ വളരെയധികം ഹീൽഡായി, നിങ്ങൾ യൂണിവേഴ്സിന്റെ എനർജിയുമായിട്ട് അലൈൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇവിടെ വരുന്ന മീനിങ്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു ഔട്ട്കം വരുന്നത്. അപ്പം ഇവിടെ ഈ ഒരു 10 ഓഫ് കപ്സിന്റെ മീനിങ് അത് തന്നെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വരാനിരിക്കുന്നു എന്നത് തന്നെയാണ്. ടെമ്പറൻസ് ആണ്. സോ ഇവിടെ ടെമ്പറൻസിന്റെ മീനിങ് എന്ന് പറയുമ്പോഴും ഹീലിംഗ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഒരു ലൈക്ക് എന്താ പറയാ, ഒരു റീകൺസിലേഷൻ തന്നെയാണ്. അപ്പം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഒരു വളരെ വലിയൊരു സെപ്പറേഷൻ എന്നുള്ള ഒരു രീതിയിലല്ല ഇവിടെ വരുന്നത്. എന്നാൽ ചിലർക്ക് അങ്ങനെ ഒരു സെപ്പറേഷനും ആയിരിക്കാം, അതായത് അടുത്തുണ്ടാകാതെ കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പം ഇവിടെ വരുന്ന ഈ ഒരു കാർഡും ഈ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഈ 2 കാർഡുകളും ഒരേ മീനിങ് ആണ്. അതായത് 2 പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ 2 കാർഡുകളും വരുന്നതും ഒരു റീകൺസിലേഷന്റെ കാർഡുകളായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സക്സസ്ഫുൾ ഫാമിലി എനർജിയിലേക്ക്, ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്തിക്കാൻ കഴിയുമെന്നതാണ് ഇവിടുന്ന് വരുന്ന ഒരു മൊത്തത്തിലുള്ള ഈ ഒരു കാർഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ വരുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു കാർഡിന്റെയും അതായത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാതെ, അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ പിന്നാലെ ഓടാതെ നിങ്ങളൊരു റെസ്റ്റ് പീരീഡിലേക്ക് പോവുക, അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നതും. അപ്പം നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിലേക്ക് തിരിയുന്നത്, അപ്പോൾ നിങ്ങളിലേക്ക് ആള് തിരിഞ്ഞു നോക്കും എന്നതാണ് ഇതിന്റെ ഒരു നമ്മളെ ഒരു സ്പിരിച്വൽ കണക്ഷൻസിന്റെ ഒക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് വരിക. അതായത് നിങ്ങൾ എപ്പോൾ നിങ്ങളിലേക്ക് നോക്കുന്നു, അപ്പോഴായിരിക്കും അവർ നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങൾ എപ്പോഴാണ് അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അവര് അവരുടെ തേർഡ് സിറ്റുവേഷൻസിലേക്ക്, അവരെ എപ്പോഴും എസ്കേപ്പിംഗ് എനർജിയിലായിരിക്കും അവർ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളടുത്ത് ഡിവൈൻ പറയുന്നത് അത് തന്നെയാണ്. യെസ്, ഇവിടെ ഒരു ട്രാവൽ കാർഡാണ് വരുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു നിങ്ങൾക്ക് വളരെ ഡിസ്റ്റൻസിലിരിക്കുന്നത്, അതായത് ചിലപ്പം 2 കൺട്രികളിലായിരിക്കാം, അല്ലെങ്കിൽ 2 സ്റ്റേറ്റിലായിരിക്കാം. ഒരു ട്രാവൽ എനർജി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പം ആള് അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഒരു എഫേർട്ട് ഇടുന്ന, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇപ്പം.
അതിന്റെ കാരണവും അങ്ങനെയാണ്. നിങ്ങളുടെ എനർജി കൂട്ടി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി എന്ന് ആ ഒരു പേഴ്സണിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ എന്താകുന്നത്, അവിടെ നിന്ന് നിങ്ങളെ കാണണമെന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നത്. ജസ്റ്റിസ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. അപ്പൊ നമുക്കിവിടെ ഉള്ള കാർഡുകളിലൂടെയൊക്കെ കാണാം, നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു പെയിനിനെല്ലാം അതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കൊക്കെയുള്ള പരിഹാരം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു വ്യക്തി അവിടെ നിന്ന് യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി. സേസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡാണ്. അപ്പം റിലേഷൻഷിപ്പില് ഒരു പുതിയ തുടക്കം, ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ അതേപടി മനസ്സിലാക്കി, നിങ്ങൾ നിങ്ങളായി തന്നെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഇവിടെ പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ആ ഒരു പേഴ്സണിന് വേണ്ടി മാറുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാണ്ടാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പം നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ആ ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതും. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവുള്ളൂ. ഇവിടെ പേജ് ഓഫ് സോർട്സും ആ ഒരു സെയിം മീനിങ് ആണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ വരുന്ന ഒരു യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്കുള്ള ഫോക്കസിനെ നിങ്ങൾ മാറ്റി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അതിൽ വിജയം കണ്ടെത്തി എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ യൂണിവേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു റിവാർഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുതരികയും ചെയ്യുന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നതും സെയിം മീനിങ് തന്നെയാണ്. നൈറ്റ് ഓഫ് വാണ്ട്സിൽ പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ പോകുന്നത്. അപ്പം പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മറന്നു കളയുക. പുതിയ ഒരു നിങ്ങളുടെ ലൈഫിനെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കൂടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അതായത് യൂണിവേഴ്സുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങളിപ്പോ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് നേടാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു ഫീൽഡിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. 4 ഓഫ് പെന്റക്കിൾസ്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടേത് മാത്രമാണ്. അദ്ദേഹം എവിടെ പോയാലും നിങ്ങളെ വിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വന്തം എന്നുള്ള ഒരു പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. അപ്പം വേറെ ആരുടെ കൂടെ ആയാൽ പോലും, അല്ലെങ്കിൽ വേറെ ഏത് സിറ്റുവേഷനിലായാൽ പോലും നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരു മോചനമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഈ ഒരു പേഴ്സണ് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഈ Two of Cups ആണ് നെക്സ്റ്റ് കാർഡ്. അതും സെയിം ആണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കില് വളരെ സ്നേഹത്തോടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ ഒരു ഏറ്റവും മനോഹരമായിട്ട്, അതൊരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വീൻ ആയിട്ടോ ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണും. ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിലുള്ള നിങ്ങളുമായി റെസണേറ്റ് ആവുന്ന കാര്യങ്ങളെ മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ബ്ലെസ്സിങ്സിനും ഒരുപാട് നന്ദി. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം.